മലയാള സിനിമയുടെ മികച്ച ഒരു 5 പടം എടുത്തതിന് അതിലുണ്ടാവും. നല്ല രസം നോട്ടം പുള്ളിയുടെ പ്രസൻസ് ഒക്കെ എനിക്ക് സുരേഷ് ഗോഡൊക്കെ ലൈറ്റ്. പിന്നെ അനശ്വരാജ് പറഞ്ഞ നാച്ചുറൽ ആക്ടിങ് ആണ്. ഉർവശി മേഡാലും മഞ്ജു വാര്യർ പോലെ ഒരു ക്രൈം ത്രില്ലർ കേട്ടോ, നമ്മുടെ മിസ്റ്ററി ക്രൈം ത്രില്ലർ ഒരു പഴയ ഒരു സിനിമയുടെ റെഫർ ചെയ്ത് ഒരു ക്രൈം ത്രില്ലർ ഉണ്ടാക്കിയിരിക്കുകയാണ്. പുള്ളി ആസിഫ് അലിയുടെ മികച്ച റോള് അതുപോലെ പഠിച്ചാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പഠിച്ച് ആദ്യം മുതൽ അവസാനം മുതൽ നല്ലപോലെ എന്ന് വെച്ചാൽ നമുക്കൊരു ലാഗും തോന്നുന്നില്ല. ഇൻ്റർവ്യൂവിൽ വരെ ഭയങ്കര സ്പീഡിൽ അവിടെ പോകുന്നത്. ഇൻ്റർവ്യൂവിൽ ഒരു ശകലം തോന്നിയാലും ഒരു മടുപ്പില്ല. അവസാനം ആകുമ്പോഴത്തേക്കും അടുത്ത കിഷ്കിന്ന് കണ്ട ഉറപ്പാണ്. ആസിഫ് അലിയുടെ സെലക്ഷൻ സൂപ്പറായിട്ടുണ്ട്. പുള്ളിയുടെ എല്ലാ പടവും ഈയിടെ കണ്ടല്ലോ, കിഷ്കിന്ന് കാണ്ടം ഇതുപോലെ എല്ലാ പടം സെലക്ഷൻ എല്ലാം കിടിലനായിട്ട് പുള്ളി ചെയ്തിരിക്കുന്നത്. അതുപോലെ അനശ്വരാജ് ഡെപ്തുള്ള അടിപൊളി കഥാപാത്രം അനശ്വരാജ് ചെയ്തപ്പോഴേ പഴയ ആൾക്കാരൊക്കെ തിരിച്ചു വിട്ടത്. മമ്മൂട്ടിയുടെ ഒരു വർക്കൊക്കെ കിടിലാണ്. മമ്മൂട്ടിയുടെ മുഖഭാവങ്ങൾ വരെ കറക്റ്റായിട്ട് അതിനകത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കിടുപ്പം വർക്ക് ആരാന്ന് എനിക്കറിയത്തില്ല, കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. കിടുപ്പം പടം അടുത്ത കിഷ്കിന്ന് കാണ്ടം ഏതായാലും സൂപ്പർ ഹിറ്റാണ് ഉറപ്പാണ്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ മൊത്തത്തിൽ? ഈ മമ്മൂക്ക ഇപ്പോൾ എല്ലാ സിനിമയിലും ഉണ്ട്, എല്ലാ നല്ല സിനിമകളിലും ഉണ്ട്. മമ്മൂക്ക ഒരു രക്ഷയില്ല പറയണം. ഇതിലും ഉണ്ട്, ഞാൻ സ്പോയിലർ പറയുന്നില്ല. പിന്നെ അനശ്വരാജ് പറഞ്ഞ നാച്ചുറൽ ആക്ടിങ് ആണ്. ഉർവശി മേഡാലും മഞ്ജു വാര്യർ പോലെ. പിന്നെ നമ്മളുടെ ആസിഫ് അലിയുടെ അഭിനയ കഴിവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സിനിമ കഴിയുമ്പോൾ. സൂപ്പർ നടനായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് യമനികളെ പോലെ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഇങ്ങനത്തെ പടങ്ങളും കുറവാണ്. മലയാള സിനിമയുടെ മികച്ച ഒരു 5 പടം എടുത്തതിന് അതിലുണ്ടാവും. എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. ആസിഫിൻ്റെ ഒരു വെറൈറ്റി അറ്റംപ്റ്റാണ് എനിക്ക് കാണാൻ പറ്റിയത്. തലവിന് ശേഷം ആ ഒരു പോലീസ് വേഷത്തിൻ്റെ എഫക്റ്റ് പടത്തിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ചില നോട്ടങ്ങളൊക്കെ നല്ല രസം, നോട്ടം പുള്ളിയുടെ പ്രസൻസ് ഒക്കെ എനിക്ക് സുരേഷ് ഗോഡൊക്കെ ലൈറ്റ് ഒരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പടത്തിന് ഹൈലൈറ്റ് നോക്കി നല്ലൊരു ത്രില്ലർ ഫിലിം ഒരു ലൈഫുള്ള ത്രില്ലർ ഫിലിമാണ്. നേരിന് ശേഷം അനശ്വരാജിൻ്റെ ഒരു പെർഫോമൻസും അതിഗംഭീരമായിട്ടുണ്ട്. സിദ്ദിഖ്, ജഗദീഷ് വന്നു പോയവരൊക്കെ അവരുടെ റോൾ പെർഫെക്റ്റാണ്. ജോഫിൻ ടി ചാക്കോയുടെ നല്ലൊരു മൂവി തന്നെ പറയാൻ പറ്റും. എനിക്കൊന്ന് ഫാമിലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് കാതോരത്തിലെ മമ്മൂക്കയെ അതേപോലെ സ്ക്രീനിൽ കാണാൻ പറ്റിയെന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ്. കാരണം ഭയങ്കര റൊമാൻറ്റിഫിക്കേഷൻ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പം ആ മമ്മൂക്കനെ ടി വിയിൽ മാത്രം കണ്ടുവരിച്ചുള്ള മമ്മൂക്കനെ സ്ക്രീനിൽ അതേ ഒരു സ്റ്റൈലിൽ കാണാൻ പറ്റിയത്. പിന്നെ മമ്മൂക്കയുടെ വോയിസ് ഓവർ പടം നല്ല ഒരു സ്റ്റോറി ബേസിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും കാണാൻ പറ്റിയൊരു ത്രില്ലർ ജോണർ ഫിലിം തന്നെയാണ്, നോ ഡൗട്ട്.